കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് കൊലോസ്യ ലേഖനത്തിലെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ആദ്യത്തെ ഒരു ദിവസം മുഴുവൻ മനുഷ്യൻ എഴുതിയതും പിശാച് എഴുതിയതും ക്രിസ്തു കാൽവറിയിൽ മായ്ച്ചു കളഞ്ഞു. രണ്ടാമത്തെ ദിവസം ശുശ്രൂഷിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവനെ നിരായുധനാക്കി മാറ്റി. സ്തോത്രം. ആ ഭാഗത്താ ഇന്നലെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ക്രൂശുവരണമല്ല, ഉയർത്തെഴുന്നേൽപ്പാന്ന് അറിയാമെങ്കിലും ഈ വിഷയം ഇച്ചിരി ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ചില വാക്ക് ഇവിടെ കൊടുന്ന് പറയാൻ പോവുക. അവിടെ വായിക്കുക, വാഴുന്ന ശക്തിയെ കുറിച്ചാണ് വായിച്ചത്. വാഴുന്ന ശക്തി. ഇന്നലെ ഞാൻ പ്രസംഗിച്ചു, നിങ്ങൾ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണെങ്കിലും അവിടെ നിങ്ങളുടെ മേൽ അത് വാഴാത്തതിന്റെ രഹസ്യം അറിയാമോ? നിങ്ങൾ എൻ്റെ നാമം മുറുകെ പിടിച്ചത് കൊണ്ടാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ. ഇനി ഞാൻ അതിന് തത്തുല്യമായ വചനങ്ങൾ താഴോട്ട് വരുമ്പോൾ എടുക്കാം. ഒരു വചനം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഞാൻ ഇന്ന് ഈ വചനം എടുക്കുമെന്ന് ദൂത് പറയാം. നിന്റെ ലൈഫിൽ വാഴുന്ന എല്ലാ സ്പിരിറ്റിന്റെ മേലും ഇന്ന് ജയമെടുക്കണം. അവനല്ല നിന്റെ മേൽ വാഴേണ്ടത്, നിന്റെ മേൽ വാഴേണ്ടത് ക്രിസ്തുവാണ്. മനസ്സിലാക്കിയവർക്കായി സ്തോത്രം ചെയ്യുക. ഇവിടെ ദൂത് പറയുമ്പോൾ നിന്റെ വീട് വരെ വിടുതൽ വ്യാപരിക്കട്ടെ, നിന്റെ തലമുറകളിലേക്ക് ആ വിടുതൽ വ്യാപരിക്കട്ടെ. ഇവിടെ വ്യാപരിക്കുന്ന ശക്തി പുനരുത്ഥാന ശക്തിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 5-ാമത്തെ വചനം ശ്രദ്ധിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 5-ാമത്തെ വാക്യം. യഹോവ ദുഷ്ടന്മാരുടെ വടിയും, യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. സ്തോത്രം. ഇവിടെ പ്രവാചകൻ പ്രവചിക്കുക, എന്റെ ജനമേ പേടിക്കണ്ട, നിന്നെ വാഴുന്നവന്റെ ചെങ്കോല് ഞാൻ ഒടിച്ചു കളയും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ വീടിന്റെ നിയന്ത്രണം പിശാച് ഏറ്റെടുക്കാൻ പാടില്ല. നിന്റെ വീടിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. നിന്റെ വീടിനകത്ത് ഇതുവരെ നടക്കാത്ത ചില ദൈവപ്രവർത്തികൾ ഈ നാളുകളിൽ നടക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, നിന്റെ വീടിനകത്തൊരു ദൈവപ്രവർത്തി ഉണ്ടെന്ന് പറ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു പ്രവചന ദൂതൂടെ പറയാം, ചില വീടുകളിൽ വലിയ ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവാ. ഓ മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്നലകളിൽ ഞാൻ പറഞ്ഞു, നിന്റെ മേൽ വാണവന്റെ ചെങ്കോല് ഈ ദിവസങ്ങൾ ഒടിയാൻ പോവുക. ബൈബിളിൽ വാക്യമുണ്ട്, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. നീതിമാന്മാർ
നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന്. ദുഷ്ടൻ 125 സങ്കീർത്തനം 3-ാം വാക്യമാ. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്ന ഒരു ദൂത് പറയാം. ഇന്നലകളിൽ അധികാരം വെച്ച് പുലർത്തിയ പലതും നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകണം. വാഴുന്നവന്റെ ചെങ്കോൽ ഒടിയുന്ന കാഴ്ച. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഈ തേർഡ് ഡേ, ഈ ഫോർത്ത് ഡേ ഹോളി സ്പിരിറ്റ് പറയുന്നു, ഈ ചെങ്കോലുകൾക്ക് ഇന്നൂടെ ആയുസുള്ളൂ. വാഴുന്നവന്റെ ചെങ്കോല്. നീ ഇങ്ങനെ കിടക്കുമെന്ന് എല്ലാരും പറഞ്ഞു. നോ നോ നോ, നീ ഇങ്ങനെ കിടക്കത്തില്ല. നീ ക്രൂശിലെ ജയം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. തിരിച്ചറിവുള്ളവര് ഇതിനകത്ത് ദൈവശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. ഓ യേശുവിന്റെ അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ വാഴുന്നവന്റെ ചെങ്കോല്. പ്രാർത്ഥിക്കുന്ന നിനക്കറിയാം നിന്റെ സന്തതിമേൽ എന്തോ വാഴുന്നുണ്ട്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ മേൽ. യെസ്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആ വാക്യ സത്യം, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന്. ശ്രദ്ധിച്ചു കേൾക്കണം. ദുഷ്ടന്മാരുടെ ചെങ്കോൽ. ഈ സ്ക്രീനെ വായിച്ചോണം. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ 125 സങ്കീർത്തനം 3-ാം വാക്യം സംസാരിക്കുക നിന്നോട്. നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ദുഷ്ടന്മാരുടെ ചെങ്കോൽ ഇരിക്കയില്ല. നീതിമാന്മാരുടെ അവകാശം എന്തുവാ? ബൈബിൾ പറയാം, മക്കൾ യഹോവ നൽകുന്ന അവകാശമാ. നല്ല മലയാളം, നീതിമാൻ എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതിയുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്ന്. ഞാനൊരു വെളിപ്പാട് പറയാം. ഈ മെയ് 4-ാമത്തെ ദിവസം സന്തതികൾക്ക് വിടുതലാകട്ടെ. ഉയരത്തില്ലെന്ന് പറഞ്ഞത് രക്ഷപ്പെടത്തിൽ. വാഴുന്നവന്റെ ചെങ്കോൽ, വാഴുന്നവന്റെ ചെങ്കോൽ ദൈവം ഒടിച്ചു കളയും. ഈ ബൈബിളിൽ വാക്യമുണ്ട്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. അടുത്ത കൊണ്ട് തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനത്തെ നിന്റെ സന്തതി കെട്ടിപ്പോകും. കുടിയിരിക്കുന്നവനെന്നും പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. പക്ഷെ നിന്റെ സന്തതികളുടെ ചിലത് വെളിപ്പെടാതെ നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ ഉറപ്പിച്ച ചെങ്കോൽ ഇന്ന് വാഴുന്നവന്റെ ചെങ്കോൽ ഒടിയുമെന്ന്. നിന്റെ സന്തതി കൃപ അനുഭവിക്കുന്ന നീ കാണാൻ പോവാ. നിന്റെ സന്തതി വഴങ്ങാത്ത നിന്റെ സന്തതി കൃപ. ഒരാമയും പറയണം. ഞാൻ വചന വെളിപ്പാടിലോട്ട് വരിക. ഞാനൊരു കാഴ്ച കാണുക. ചില സന്തതിയുടെ മേൽ കിടക്കുന്ന ചെങ്കോലുകൾ. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ ദൈവം നിയന്ത്രിക്കണം. പക്ഷെ ഏതോ സ്പിരിറ്റ് അവരെ നിയന്ത്രിക്കുക. ഇന്ന വാഴുന്നവന്റെ ചെങ്കോൽ ഒടിക്കുവെന്ന. എങ്ങനെ ഒടിക്കുന്ന? അഭിഷേകം നിമിത്തം, പുഷ്ടി നിമിത്തം നുകങ്ങൾ തകരും. ഇവിടെ ഒരു അഭിഷേകം വ്യാപരിക്കുക. ഒരു പുനരുത്ഥാന ശക്തി, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിങ്ങളിൽ. ഇനി ഒരു പദം പെട്ടെന്ന് തൊട്ടേച്ച് ആ ഭാഗത്തുനിന്ന് വരാം. അവിടെ വായിക്കുന്നേ, വാഴ്ചകൾ എന്ന് പറയുന്ന വിഷയം ഒരാഴ്ച കണ്ടിന്യൂ പ്രസംഗിച്ചു പോകണം. വാഴുന്ന ശക്തികൾ ഏതെല്ലാമാണ്, വാഴുന്ന ശക്തിയുടെ സ്വാധീനങ്ങൾ എന്താണ്, അതെങ്ങനെ നിന്റെ സ്പിരിച്വൽ ലൈഫിനെ പിടിച്ചിട്ടുണ്ട്, അത് നിന്നെ എവിടെ ഒതുക്കിയത്, അതെല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്.
ഓരോരോ മീറ്റിംഗിൽ എടുക്കാം. പക്ഷെ ഒരു ദൂത് ഇന്ന് പറഞ്ഞു പോവാൻ, 4-ാം ദിവസം വാഴുന്നവന്റെ ചെങ്കോൽ ഒടിഞ്ഞു പോകട്ടെ. അതിനൊരു ആമീൻ, നല്ലൊരു ആമീൻ പറഞ്ഞ്. ആമീൻ എന്ന് പറഞ്ഞ എന്തുവാ? അങ്ങനെ തന്നെ. ഒന്നുകൂടെ ഞാൻ പറയാം, വാഴുന്നവന്റെ ചെങ്കോൽ ഒടിഞ്ഞു പോകട്ടെ. ഒന്ന്, വാഴുന്ന ശക്തി. 2, വാഴുന്ന അധികാരം. അതൊക്കെ തൊട്ടാ ഇന്ന് നിർത്താൻ പറ്റത്തില്ല. ഇന്ന് യോഗം 5 മണി വരെ പോണ്ടി വരും. അതും വിടുക. ഒറ്റ കാര്യം പറയാം, ഈ വാഴുന്ന ശക്തി ഉപയോഗിച്ച ആയുധങ്ങളെ കാൽവറിയിൽ വെച്ച് യേശുവിന്റെ കാലിന്റെ ചുവട്ടിൽ കൊണ്ടുവെപ്പിച്ചു. യേശുവിന്റെ ക്രൂശ് മരണം എല്ലാവരും അലറി അട്ടഹസിച്ച് പറഞ്ഞു, തോറ്റടാ, തോറ്റുപോയടാ. മരിച്ചവനെ ഉയർപ്പിച്ചും കുരുടനെ സൗഖ്യമാക്കി. സ്തോത്രം. ഈ നാടിനെ ഇളക്കിയവൻ എവിടെ പോയടാ? ദാ ക്രൂശിൽ കിടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ യേശു ചിരിച്ചോണ്ട് പറഞ്ഞു, ഇത് വെളിപ്പാടി കണ്ട പൗലോസ് എഴുതിയ കേൾക്കണോ? അവൻ ക്രൂശിൽ മരണം ആസ്വദിക്കുകയായിരുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. യേശു എന്ത് ചെയ്യായിരുന്നു? ക്രൂശിൽ മരണം. ഇനി ഞാൻ നിങ്ങളോട്, ക്രൂശിൽ യേശു മരിച്ചപ്പോ ശത്രു ആയുധം കൊണ്ട് വെക്കാൻ കാരണം എന്നാ? അതിന് ഇനി ചില തെളിവ് പറയാൻ പോയാൽ വേറൊരു ഭാഗത്തൂടെ പോകും. എന്നാൽ 1-2 പറയണം. ഏതൊരു പ്രവചനം കിടപ്പുണ്ട്. പ്രവചനം എന്താണെന്നറിയോ? ദൈവം മനുഷ്യനെ ഇപ്പൊ കാണുന്ന രൂപത്തിലല്ല സൃഷ്ടിച്ചത്. വസ്ത്രങ്ങൾ നമുക്ക് വേണ്ടായിരുന്നു, അത്ര വലിയ തേജസ് നമ്മളെ ചുറ്റിയിരുന്നു. നഗ്നത വെളിപ്പെട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ മനുഷ്യനിൽ പാപം കിടന്നപ്പോഴാണ്. ഏതനിൽ ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യന് മരണമില്ലാത്ത ജീവിതമായിരുന്നു. ജീസസ്. മരണം കടന്നത് എപ്പോഴാ? പാപം വന്നപ്പോ. പാപം വന്നപ്പോ നഷ്ടപ്പെട്ട തേജസ്സും പാപം വന്നപ്പോ സംഭവിച്ച മരണവും തിരികെ പിടിക്കാൻ ദൈവം ഒരു പ്രവചനം പറഞ്ഞു. സ്ത്രീയുടെ സന്തതി ഒരാൾ വരും. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞ മനസ്സിലായി. ഒരു സ്ത്രീയും പുരുഷനും സമ്മേളിക്കുമ്പോൾ ഒരു കുഞ്ഞു വന്നാ പറയും, അവൻ ജോസഫ് ഏട്ടന്റെ മോനാ. ചിലരുടെ പറയും ത്രേസ്യ അമ്മയുടെ മോനാന്നും പറയും. നോക്കി, എന്നാ കൂടുതലും പറയുന്ന ആരുടെ മോനാ? ശ്രദ്ധിക്കേ, ജോസഫ് ഏട്ടന്റെ മോനാ. ഒരാമയും വരുന്നില്ല. പക്ഷെ ഇതെന്താ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്? കാരണം രക്തത്തിന്റെ ബന്ധമില്ലാതെ, പുരുഷന്റെ സഹായമില്ലാതെ ഒന്ന് ഉരുവാകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഈ സാത്താൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനാണോ? ഡൗട്ടാ. എന്നാ ആണെങ്കിൽ ഈ കല്ലൊന്ന് അപ്പമാക്കാൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ? പിശാചിനും അറിയാം എന്റെ ഭരണത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരുത്തൻ വരുന്നുണ്ട്, എന്റെ പ്രവർത്തന മേഖലകളെ മരവിപ്പിക്കുന്ന ഒരുത്തൻ വരുന്നുണ്ട്. അത് യേശു ആയിരിക്കുമോ? ഒരാമയും പറഞ്ഞു തുടങ്ങണം. അപ്പൊ ഏതിനിൽ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി ഈ വഞ്ചകനായ സർപ്പത്തിന്റെ തല കാൽവറിയിൽ വെച്ച് തകർക്കും. ക്രൂശിനെ കാണുമ്പോൾ കരഞ്ഞു. കാരണം നിനക്ക് വേണ്ടി യേശു സഹിച്ച പങ്കപ്പാട് ഓർക്കുമ്പോൾ. എന്നാൽ തുള്ളിച്ചാടണം ക്രൂശിനെ നോക്കുമ്പോൾ. കാരണം നിന്നെ തകർത്തവന്റെ തല തകർത്ത സ്ഥലമാ കാൽവറി. ഓ ഹല്ലേലൂയ. പൗലോസ് ഒരു പ്രയോഗം അവിടെ പറയുക, അവൻ ക്രൂശിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. ജയം വേറെയാണ്, ജയോത്സവം വേറെയാണ്. ജയമെന്ന് പറഞ്ഞാൽ വിജയം, ജയോത്സവം എന്ന് പറഞ്ഞാൽ ലഭിച്ച വിജയം ആഘോഷിക്കുക. കർത്താവിന് സ്തോത്രം. കാൽവരി ക്രൂശിൽ ജയമല്ല പ്രഖ്യാപിച്ചത്, ജയം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മാനവകുലം രക്ഷപ്പെട്ടു, മാനവകുലം മരണഭീതിയെ ജയിച്ചു, മാനവകുലം പാപമണ്ഡലങ്ങളെ ജയിച്ചു. അതിന്റെ കാരണം എന്താ? യേശു ക്രൂശിൽ ജയാളിയായി. ഇനി ഞാൻ 2-3 കാര്യം പെട്ടെന്ന് പറയാം. ഇനി വളരെ വേഗം പോവാം.
വാഴുകയും അധികാരം നടത്തുകയും ചെയ്ത ശക്തികൾ ക്രൂശിൽ എന്തു ചെയ്തു? ആയുധം വെച്ച് കീഴടങ്ങി. ഈ രണ്ടുപേര് തമ്മിൽ അടിയുണ്ടായി. ഒരുത്തനെ അങ്ങ് അടിച്ച് പരത്തിക്കളഞ്ഞു. പരത്തിയവൻ കൈകൂപ്പിക്കുക, ഇനി എന്ത് ചെയ്യരുത്, അടിക്കരുത്. ഞാൻ തോൽവി. ക്രൂശിൽ അതാ നടന്നേ. വർഷങ്ങളായി ആധിപത്യം നടന്നവൻ തോൽവി സമ്മതിച്ച് ആയുധം കൊണ്ട് കൽക്കൽ വെച്ചു. ദൈവം അവനെ നിരായുധനാക്കി. ഇപ്പൊ അവന്റെ കയ്യിൽ എന്തുവാന്നുള്ളയാ? ആയുധമില്ല, തന്ത്രമേ ഉള്ളൂ. എന്തോളെ? തന്ത്രം. ഹല്ലേലൂയ. ഞാൻ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് കൊണ്ടുവരാം. സാത്താന്റെ സ്തോത്രം ഒരായുധമാ കർത്താവിന്റെ സ്തോത്രം. എഫേസ്യരിലെത്തി പൗലോസ് പറയുന്നുണ്ട്, ദുഷ്ടന്റെ തീ അമ്പ്. എന്തുവാ? പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ തീ അമ്പുകൾ അയക്കുക. മറ്റൊരായുധമാണ് പൗലോസ് പറയുക, സാത്താന്റെ ഒരു ദൂതൻ എന്നെ കുത്തേണ്ടതിന്. കണ്ടോ, ശത്രുവിന് പല തരത്തിലുള്ള ആയുധമുണ്ട്. അവന്റെ ഏറ്റവും വലിയ ആയുധമാണ് കർത്താവിന് സ്തോത്രം ദൈവം സത്യത്തെ തിരിച്ചു മറിച്ച് തെറ്റായ വഴികളിലൂടെ ജനത്തെ നടത്തുക. അവന്റെ പേരാ അപവാദി, പോഷ്ക് പറയുന്നവൻ. എന്നാൽ ബൈബിള് പറയുന്ന ഒരൊറ്റ വാക്യം കൊണ്ട് ഇതിനെല്ലാം നമുക്ക് ജയിക്കാം. നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധവും, ഒന്നുറക്കെ പറയാം, ഫലിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൂതൻ, നിനക്ക് വിരോധമായി മനുഷ്യരുണ്ടാക്കുന്ന, പിശാചുണ്ടാക്കുന്ന ഒരായുധവും. ഓ ഹല്ലേലൂയ. അപ്പൊ ക്രൂശ് കാണുമ്പോൾ, അപ്പൊ നിങ്ങൾ ഞാൻ അത്രയും ഭാഗം പറഞ്ഞു, ഇനിയും ജയം എന്ന ഭാവത്തിലേക്ക് വരിക. ക്രൂശ് കാണുമ്പോൾ ഒരു ദൈവവൈദ്യൽ എപ്പോഴും പറയണം, ഹല്ലേലൂയ, എനിക്ക് ജയം ലഭിച്ച സ്ഥലം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, നമുക്ക് ജയം തന്ന ക്രിസ്തുവാ. ഒരാമയും പറഞ്ഞാട്ട്, ഹല്ലേലൂയ. ഇനി ഞാൻ പ്രധാന ഭാഗത്തേക്ക് വരിക. യേശു ക്രൂശി മരിച്ചപ്പം സത്യത്തിൽ എന്തോ സംഭവിച്ചെന്ന് കേൾക്കണോ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമയായ നമ്മെ എല്ലാം യേശു വിടുവിച്ചു. ഒരാമയും പറഞ്ഞു തുടങ്ങണം. നിങ്ങൾക്കറിയാവോ, ഏതൊരു മനുഷ്യന്റെ അവസാനം മരണം. ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ അവസാനം എന്തുവാ? നിങ്ങൾ എന്താ പറയും? മരണം. മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരുത്തരുമില്ല. എന്നാൽ ഇന്ന് ഞാൻ തിരുവല്ലായി പ്രസംഗിച്ച വാക്യം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്ന് വായിക്കട്ടെ. മാളിക മുറിക്കകത്ത് 120 പേര് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി. പത്രോസ് 11 പേരോടുകൂടി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിനകത്തെ പ്രധാന ഭാഗം കേട്ടോ, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായി. നിന്നെ തീർക്കുമെന്ന് പറഞ്ഞു നടന്നവരോട് വെല്ലുവിളിക്കുക, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക. ചോദ്യം, എല്ലാരും മരണത്തിന് കീഴടങ്ങുമല്ലോ, എന്താ യേശു മരണത്തിന് കീഴടങ്ങാത്ത? പറയാം, യേശുവിൽ പാപമില്ല. പാപത്തിന്റെ ശമ്പളമായ എന്ത്? മരണം. നിനക്കൊരു സത്യം പറയുക, യേശുവിന്റെ പ്രത്യേകത കേൾക്കണോ? അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശു മരണത്തെ ജയിച്ച, യേശുവിന്റെ എല്ലാ പ്രസംഗത്തിലും യേശു പറയുക, ഈ മന്ദിരം പൊളിക്ക് 3 ദിവസം കഴിയുമ്പോൾ ഇനി പണി. ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നതാ. സ്വതന്ത്രം. അത് ഇപ്പോഴെങ്കിൽ കഴിഞ്ഞ് കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. എന്നിട്ട് പറയാ, എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്. കാൽവരി വരണോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊന്ന് തുറന്ന് പ്രസംഗിക്കട്ടെ. സ്തോത്രം. യേശു ജഡത്തിൽ അവതരിച്ചപ്പോഴേ അറിയായിരുന്നു മരിക്കാനാണ്. അല്ലാതെ
യഹൂദന്മാരോ അല്ലെങ്കിൽ കർത്താവിന്റെ സ്തോത്രം റോമൻ പടയാളോ പീലാത്തോസോ അന്നോ കയ്യാഫാവോ ഒന്നും ചേർന്നുണ്ടാക്കിയ ഗൂഢാലോചനയല്ല പുത്രൻ നിന്നു കൊടുക്കുക. പാപമില്ലാത്തവൻ എന്തിനാ മരിച്ച പറയാം, നിന്റെ എന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. നോക്കിയേ, ഈ യേശുവിന്റെ വാക്കുകളുടെ പ്രത്യേകത, യേശു മരിച്ചു, യേശുവിന്റെ ശരീരം അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കി. യേശുവിന് ബൈബിളിൽ പറയുമ്പോൾ 2 രഹസ്യ ശിഷ്യന്മാരുണ്ട്. ഒന്ന് അരിമത്യക്കാരനായ യോസഫും മറ്റൊന്ന് നിക്കോദിമോസും. ഇവർ 2 പേരും കൂടെ ചേർന്ന് യേശുവിനെ പുതിയ കല്ലറയ്ക്കകത്ത് അടക്കി കഴിഞ്ഞപ്പോ ഈ ആൾക്കാരും കൂടെ പീലാത്തോസിനോട് ചോദിച്ചു, പീലാത്തോസേ, ഇവൻ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞിട്ടുണ്ട് 3-ാം ദിവസം ഉയർക്കുമെന്ന്. സ്തോത്രം. ഉടനെ പീലാത്തോസേ, എന്നാ വേണം? ഇവന്റെ ഉയർപ്പിനെ തടയണം. പീലാത്തോസ് പറഞ്ഞു, കാവൽ കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആവോളം ഉറപ്പിച്ചു. സ്തോത്രം. അവര് പോയി കാളവണ്ടി ചക്രം പോലുള്ള കല്ലുരുട്ടി വെച്ചു, പാറ തുളച്ച് ചങ്ങലയിട്ട് റോമൻ മുദ്ര കൊണ്ട് മുദ്രയിട്ട് റോമൻ ആർമിയോട് പറഞ്ഞു, ഇതിന്റെ മുമ്പ് നിങ്ങളുടെ കയ്യിലാണ്, ഒരു കുഞ്ഞുങ്ങൾ ചലിക്കാൻ പാടില്ല, ഒരു ഈച്ച അതിലെ പറക്കത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു സത്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അവനെ വെച്ചിരിക്കുന്നത് വെട്ടിയ പാറയുടെ കല്ലറയ്ക്കകത്താണ്. ആ കല്ലറയുടെ വാതിൽ അടച്ചിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. പക്ഷെ അകത്ത് കിടക്കുന്നവരാരാന്നറിയാമോ? യുഗങ്ങളുടെ പാറയാ. ഒരാമയും വരുന്നില്ല. ആരും നിന്നെ ഒതുക്കാൻ നോക്കിയാലും നീ ഒതുങ്ങാൻ തെറ്റ രഹസ്യം നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് പുനരുത്ഥാന ശക്തിയാ. തിരിച്ചറിവുള്ള ഒരു ദൈവത്തിനൊരു സ്തോത്രം ചെയ്തേ. ആരാധിക്കുന്നതിനും കൂടുതൽ നമ്മൾ ആരാധിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നു. അതുകൊണ്ടാ നമ്മൾ പറയുന്നേ, 1000 മന്ത്രവാദികൾ തപസ്സിരുന്നാൽ നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ഒതുക്കാൻ വരുന്നവൻ ഒതുങ്ങുമല്ലാതെ നീ ഒതുങ്ങത്തില്ല. കാരണം എന്താ? നിന്റെ മിടുക്കല്ല, നിന്റെ കയ്യടിയുടെ ബലമല്ല. നീ രക്ഷിക്കപ്പെട്ടപ്പോൾ നിന്റെ അകത്ത് വ്യാപരിച്ച കണ്ടോ ശരീരത്തെ അള്ളിപ്പിടിക്കുന്ന രോഗത്തിന്റെ വൈറസുകൾ ഇന്ന് നിന്റെ ആരോഗ്യത്തിൽ നിന്ന് പിടിവിടട്ടെ. സമ്പത്തിനെ കൂച്ചുവലങ്ങിട്ട് പൂട്ടിയ അന്ധകാര ശക്തികൾ ഇന്ന് നിന്റെ കുടുംബം വിട്ടുമാറട്ടെ. ഈ ദൂത് കേൾക്കുമ്പോ വിടുതൽ ഏറ്റെടുത്തോ. യേശുവിന്റെ നാമത്തില് ഇവിടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ഒരു 2-3 ആശയം നിങ്ങളോട് പറഞ്ഞ ഈ ഭാവം വിടാം. ജയം പറയാൻ പോവാം. പടയാളികൾ കാവൽ കാത്തുകൊണ്ട് നിൽക്കുമ്പോ ഒരു സംഭവം ഉണ്ടായി. അത് മത്തായിയൊക്കെ വായിക്കണം. മേളീന്ന് ദൂതന്മാരിറങ്ങി വന്ന പുള്ളിയുടെ പേര് കേൾക്കണോ? മിന്നൽ. എന്തോ എനിക്കൊന്ന് KSRTC ഇപ്പൊ ആ പേരെടുത്തേക്ക് വന്ന പുള്ളിയുടെ പേരെന്തുവാ? ഒന്ന് വായിരേ. 28. അവന്റെ രൂപം മിന്നലിനൊത്തതും. അവന്റെ രൂപം മിന്നലിനൊത്തതും. എവിടുന്ന് വന്ന പുള്ളിയാ? മേളിൽ. ഈ ദൈവമക്കളുടെ ഒരു ധൈര്യം എന്നാന്നറിയോ? അവർക്ക് താഴേന്ന് ഇടപെടാൻ ആളുണ്ട്, മേളിന്ന് ഇടപെടാൻ ആളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, യേശുവിനെല്ലാം കഴിയത്തില്ലേ? കഴിയോ? ഇവിടെ മിണ്ടുന്നില്ലല്ലോ. ഒന്ന് ചൊണക്കുട്ടനെ പോലെ പറ. ഉറപ്പാന്നോ? അപ്പൊ അങ്ങനെയാന്ന് ഈ കല്ലറ തുറക്കാതെ യേശുവിന് വെളി വരത്തില്ലായിരുന്നു. വാതിൽ അടച്ചിരിക്കുമ്പോ യേശു അകത്ത് ചെന്നു. വാതിൽ തുറന്നേ അമ്മേ.
ബൈബിൾ അറിയാവുന്നവർ വരാം. അല്ല, എന്നാൽ വാതിൽ അടച്ചിരിക്കുമ്പോ യേശു അകത്ത് എന്നെങ്കിൽ പിന്നെ നിന്നെ കല്ലറ തുറന്നു പുറത്ത് വന്നേ പറയാം. ലോർഡ്, ലോകത്തിൽ ഒത്തിരി അടക്കം നടന്നിട്ടുണ്ട്, ഒത്തിരി മഹാന്മാരെ അടക്കിയിട്ടുണ്ട്. ആ കല്ലറ മുഴുവൻ അടഞ്ഞു കിടക്കുക. പ്രപഞ്ചത്തിൽ തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറയേ ഉള്ളൂ. അവിടെ എഴുതി വെച്ചു, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. ഇന്ന് ഇവിടെ ആരാധന ഉയരാൻ കാര്യം എന്നാന്നറിയാം, അവൻ കല്ലറയിലില്ല, പക്ഷെ അവൻ ഇവിടെ ഉണ്ട്. ഓ, കല്ലറയിൽ അവനില്ല. ഗ്ലോറി ടു ഗോഡ്. ഇനി ഞാനൊരു പ്രധാന കാര്യം കൂടെ പറയാം. ആ കല്ലറ തുറന്നു കിടക്കുക. യേശു ഉയർത്തെഴുന്നേറ്റു. ചോദ്യം, യേശു ഉയർത്തെഴുന്നേറ്റോണ്ടാണോ നമ്മൾ കൈയടിക്കുന്ന? അല്ല. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കണം. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം, സ്തോത്രം, 8-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. റോമർ 8:11 വായിച്ചു കേട്ടെ. സ്ക്രീനിൽ ആ വാക്യം കിട്ടിയോ? യേശുവിനെ മരിച്ചവരിൽ നിന്ന്, എല്ലാവരും കൂടെ വായിച്ചു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. തിരുത്തി പറഞ്ഞേ, ഞങ്ങളിൽ വസിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. നിന്റെ അയലോക്കത്തുകാരൻ നിന്നോട് പോരാടിയ ചിപ്പ തലകുനിച്ച് നടക്കുന്നതിന്റെ രഹസ്യം അറിയാമോ? അവൻ അറിയാത്തൊരു പുനരുത്ഥാനത്തിന്റെ ശക്തിയാ നിന്റെ മൺപാത്രത്തിൽ വ്യാപരി. എത്ര രോഗങ്ങൾ നിന്നെ കീഴടക്കാൻ വന്നു. അവ ഗുളിക കഴിച്ചതിന്റെ മെച്ചമല്ല, മറിച്ച് അതിനെ ജയിക്കുന്ന ഒരു പുനരുത്ഥാന. ഓ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന നാടമല്ലത് കൈ കൊടുത്തു പറ, ആമീൻ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവെന്ന് പറ. അവൻ ദൈവമക്കളോട് ഞാൻ വെളിപ്പാട് പറയാം. യേശുവിനെ, ആ വാക്യം ശ്രദ്ധിച്ച്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, ഒരേ എതിരാളിയെ നീ പേടിക്കണ്ട, ഒരു ശത്രുവിനെ നീ പേടിക്കണ്ട. ഏതു സാത്താന്റെ സിംഹാസനം ഉള്ളിടത്തും നീ പാർക്കും. അതിന്റെ കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് എവിടൊക്കെയോ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, മുമ്പേ പറഞ്ഞൊരു പദം ഞാനൊന്ന് തിരുത്തി പറയുക നിങ്ങളോട്. വാഴുകയും അധികാരം നടത്തുകയും ചെയ്യുന്ന ശത്രു നിരായുധനാക്കിയെന്നാണ് കൊലോസ്യ ലേഖനം. സത്യത്തിൽ വാഴേണ്ടത് അവനല്ല, നിന്റെ മേൽ വാഴേണ്ടവൻ നീയാ. ഒരു വാക്യം റോമാലേഖനത്തിൽ നിന്നൊന്ന് വായിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. സ്തോത്രം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നമ്മളെ വിളിച്ചത് ജീവനിൽ വാഴാനാണ്. ഈ രക്ഷിക്കപ്പെട്ടവരുടെ പ്രാധാന്യത അറിയോ? അവർക്ക് മരണഭയമില്ല. എന്തോ ഇല്ല?
ബൈബിളിൽ എഴുതിയേക്കണം, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയ. കാരണം മരണം രക്ഷിക്കപ്പെട്ടവന് പ്രമോഷനാ. ഒരാമയും പറഞ്ഞാട്. മരണം എന്ന് പറഞ്ഞാൽ എന്തോ? അപ്പന്റെ വീട്ടിലോട്ട് പോവാ. എവിടെ പോവാ? അപ്പച്ചന്റെ വീട്ടിൽ പോവാ. നീ പണിത വീട് ഇത്ര അടിപൊളിയാന്നേ, അപ്പച്ചൻ പണിയുന്ന വീട് എന്നായിരിക്കും? ഒരാമയും വരുന്നില്ല. എന്റെ ദൈവം നിനക്കായി പണിയുന്ന വീട്. ഇനി പ്രധാന കാര്യം പറയാം. ഇന്ന് ഉയർപ്പിന്റെ ദിവസമാണ്. തിരിച്ചറിയണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. രക്ഷ, സ്നാനം, ഇതെല്ലാം ക്രിസ്തുവിന്റെ മരണം, അടക്ക, ഉയർത്തെഴുന്നേൽക്ക്, അതിനെ പ്രതിദാനം ചെയ്യുന്ന. എന്തിനാ വെള്ളത്തിൽ മുക്കുന്നേ? യേശു കല്ലറയിൽ അടക്കപ്പെട്ട പോലെ നിന്റെ പഴയ മനുഷ്യനെ അടക്കണം. യേശു ഉയർത്തെഴുന്നേറ്റ പോലെ നീ അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കണം. അത്രയും പറഞ്ഞ ഭാഗം വിടുക. ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, ക്രൂശിൽ ജയമുണ്ടെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഒരിച്ചിരി സമയം കൂടെ നിങ്ങളുടെ ഉള്ളിലോട്ടൊരു ദൂതൊന്ന് കൊണ്ടുവരട്ടെ. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാഴ്ച എന്നെ കാണിക്കുക. ചിലരൊക്കെ ജയിക്കാൻ സമയമായി. വിശ്വാസമുണ്ടോ? ഇന്നലകളിൽ ഒത്തിരി വട്ടം തോറ്റുകൊടുത്ത വിഷയത്തിനകത്ത് നീ ജയിക്കാൻ സമയമായി. നിന്നെ തോപ്പിച്ചെന്ന് പറഞ്ഞ് ചിലര് കൈയടിച്ച വിഷയത്തിൽ ഈ ചില പ്രതിസന്ധിയിൽ ജനം ഇരിക്കുക. ജനത്തോട് യേശു പറയുന്നത് കേട്ടോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ആരാന്നറിയാമോ? ജയിച്ചവനാ. ഇന്നത്തെ പ്രത്യേകത, നിന്റെ ലൈഫിന്റെ വിജയം, നിന്റെ വീണ്ടെടുപ്പുകാരൻ ജയിച്ചവനാ. ഒരാമയും പറഞ്ഞോണ്ട്. ചിലർക്ക് ഭയങ്കര പാർട്ടിയാ. ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ BJP ആണ്, ഞാൻ മാർക്സിസ്റ്റ് ആണ്, ഞാൻ ഇതൊന്നുമല്ല, സ്വതന്ത്രനാണ്. ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ പറയുന്ന സ്പിരിറ്റ് ഉള്ളവരുണ്ട്. വേറെ ചെല്ലുണ്ട്. ആര് ജയിക്കുന്നോ അത് അവരുടെ പാർട്ടി. സത്യത്തിൽ അതാണല്ലേ. നിങ്ങളെന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പാർട്ടി പറയാൻ വന്നല്ല, ഇവിടെ ഒരു ദൂത് പറയാൻ പോവാ. നിന്റെ ലീഡർ ആരാന്ന് ചോദിച്ചാൽ തോറ്റവനല്ല, ജയിച്ചവനാ. നിനക്കൊരായുസ് മുഴുവൻ ജീവിക്കാൻ ബൈബിൾ ഒരു വാക്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ശബ്ദം ഈ ദൂത് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. ഈ ദിവസങ്ങളിൽ നിനക്ക് ജയം തരാൻ പോവുക. യേശുവിന്റെ നാമത്തില് നിനക്ക് ജയം തരാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? പത്മോസിലേക്ക് വലിച്ചെറിഞ്ഞ യോഹന്നാൻ സ്വർഗത്തിലെ ഹൃദയഹാരിയായ രംഗം ആത്മകണ്ണുകളിലൂടെ കാണുക. യോഹന്നാൻ അനുഭവത്തെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഒരു കാലം മുഴുവൻ മാറോട് ചാരി നടന്നവൻ, ഒരു കാലത്ത് മറുരൂപ മലയിൽ തേജസ് കണ്ടവൻ, ഇപ്പൊ പത്മോസിൽ കാണുന്നത് നെഞ്ചോട് ചാരിയവനെ അല്ല, മലമുകളിൽ കണ്ടവനെ അല്ല, തേജസ് വാരി ഉടുത്തവനെയാ. ഹല്ലേലൂയ. നിങ്ങളത് ശ്രദ്ധിക്കണം. അവൻ സ്വർഗത്തിലൊരു പുസ്തകം കണ്ടു. 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം. അവൻ കരയുകയാണ്. ഹല്ലേലൂയ. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടി പാതാളത്തിലോ ആരെയും കണ്ടില്ല. കരയുന്ന യോഹന്നാനോടൊരു ദൂതൻ പറയും, യോഹന്നാനെ കരയണ്ട. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും ഒരുവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദ ഗോത്രത്തിന്റെ സിംഹം. ഇന്നിവിടെ തോൽവിയുടെ കഥ പറയുക അല്ല, ജയത്തിന്റെ കഥ പറയുക. തോൽവിയുടെ
നിങ്ങളുടെ ഉള്ളിൽ എന്നോട് ഹോളി സ്പിരിറ്റ് ഈ ദൂതിനെ ഇന്ന് നിങ്ങളോട് ബന്ധപ്പെട്ടൊരു ദൂതായിട്ട് വരാൻ പോവുക. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തു വെച്ച് പറ, ഉടനെ ഒരു ജയം കാണുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ഉടനെ. ഓ യേശു, ഉടനെ. ഓ യേശുവിന്റെ നാമത്തിൽ ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞ, ഉടനെ ഒരു ജയം കാണും. അമ്മ ഇന്നിവിടെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ദൈവപ്രവൃത്തി ആരംഭിക്കട്ടെ. നിന്റെ തലമുറമേൽ നീ തോക്കുമെന്ന് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞോണ്ടാ ഇറങ്ങിയേ. വചനം നോ നോ. ഈ ദിവസങ്ങളിൽ ജയം ആഘോഷിക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ ജയം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ലൂദ ദൈവം ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുകയാ. യേശുവിന്റെ നാമത്തില് ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നീ തോക്കാൻ പോകുമല്ലോ. നീ അസാധ്യമായ കാര്യത്തെ നോക്കി കരയരുത്. ഇന്ന് പകൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന ഞാനൊരു കാര്യം പറയാം. അപ്രതീക്ഷിതമായ സമയത്ത് ഒരു ലെറ്റർ വരുന്ന പോലെ നിനക്ക് ജയിച്ചു എന്നൊരു മറുപടി ഞാൻ ആത്മാവിൽ കാണുക. അപ്രതീക്ഷിതമായ സമയത്ത് പോസ്റ്റൽ വഴി ഒരു ലെറ്റർ വരുന്ന പോലെ ഞാൻ കാണുന്ന വിഷൻ അതുപോലെ പറയുക. നീ ഒരു വാർത്ത കേൾക്കാൻ പോവുക, ഒരു വാർത്ത അറിയാൻ പോവുക. അതിനകത്തെ ലെറ്റർ കേട്ടോ, നീ വിജയിച്ചിരിക്കും. അത് ഇമെയിൽ ആകാം, അത് പോസ്റ്റ്. ഓ കൃപ 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 കൃപ. ഓ യെസ്, ഇന്ന് നീ ജയമെടുക്കണം. ഈ ആരാധന ജയമെടുക്കുന്ന ആരാധനയാ. ഈ ആരാധന അല്പം കൂടെ. ഞാൻ എത്രയോ വർഷമായി പ്രസംഗിക്കുന്നയാളാ. എൻ്റെ പ്രസംഗയാത്രയുടെ 34-ാമത്തെ വർഷമായത്. 34 വർഷമായി ഊണ് ഉറക്കവും വെടിഞ്ഞ് യേശുവിനെ പ്രസംഗിക്കുന്ന ആളാ. ഇനി കുറച്ച് വർഷം കൂടെ ദൈവം തന്ന അന്ന് വരെ പ്രസംഗിച്ച് മരിച്ച് നിത്യത ഞാൻ പോകും. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ഇത്രയും വർഷത്തിനിടെ ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല. അപ്രതീക്ഷിതമായ സമയത്ത് ഒരു പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ട് തരുന്ന പോലെ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിനക്കൊരു മറുപടി വരികയാ. ആ മറുപടിക്കകത്തെ വാചകം ഞാൻ പറയാം, നീ ജയിച്ചിരിക്കും. അത് കോടതി വിഷയമാകാം, അത് വീടിന്റെ വിഷയമാകാം, അത് പോലീസ് കേസാകാം, അത് കുഞ്ഞിന്റെ യാത്രയാകാം, അവിടെ പഠനമാകാം, അവിടെ സർട്ടിഫിക്കറ്റ്. നിന്റെ വിജയത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ പ്രവചിച്ചു പറയുക, യെസ്, നിന്റെ വിജയത്തിന്റെ ദിവസങ്ങൾ. ഓ ചിലർ ചോദിക്കുന്നു, എന്നും എനിക്ക് തോൽവി മാത്രമുള്ള. നോ നോ, ഈ ഉയർപ്പിൻ സൺഡേ നിനക്ക് തോൽവി മാത്രമല്ല. നിന്നെ തൊടുക ദൈവം. നീ അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കരുത്. ഇത് നിന്നോടുള്ള ഒരു തീ ആളി കത്തുക. ഇതിനകത്ത് നിന്നെ ദൈവം തൊട്ടാൽ ദൈവശക്തി വ്യാപരിക്കുക. ആത്മാവിൽ പോരാടിക്കോ. എന്നും നിനക്ക് തോൽവിയോ ഉള്ളോ? നോ നോ നോ. ഓ യെസ്, ആരെയും ശ്രദ്ധിക്കരുത്. യെസ്, ഇന്ന് നീ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ ജയത്തിന്റെ വാർത്ത മഹത്വം ഇറങ്ങുന്നവിടെ. യെസ്, ഒരു വിടുതൽ നിന്നെ തേടി. യെസ്, ചിലരുടെ വായിൽ പുതിയ ഭാഷ, പുതിയ കൃപകളും. ഹോളി സ്പിരിറ്റ് എന്നും നീ തോറ്റുകൊടുക്കത്തില്ല. എന്നും നിനക്ക് തോൽവിയില്ല. ആ തോൽവിയെ നിന്റെ കെട്ടടിയുന്നു. നിന്റെ കുടുംബത്തിന്റെ കെട്ട്, നിന്റെ കുടുംബത്തിന്റെ ശാപം, നിന്റെ കുടുംബത്തിന്റെ നിന്റെ മാനസിക തലത്തെ ശത്രു ബന്ധിച്ചെങ്കിൽ ഇന്ന് അതിനെ ഞാൻ അഴിച്ചു വിടുക. നിന്റെ വീട്ടിൽ ഞാൻ ആത്മാവിൽ കാണുക. നാളുകൾ കൊണ്ട് ഡിപ്രഷന് ഗുളിക കഴിക്കുന്ന
ചില വ്യക്തികൾ ചില വീടുകൾക്കകത്തുണ്ട്. ഇന്ന് ആ ഡിപ്രഷന് ഗുളിക കഴിക്കുന്ന ആ വ്യക്തിയുടെ വീടുകൾക്കകത്ത് ഒരു ജയത്തിന്റെ കൊടി ഉയരാൻ പോവാ. ഓ ബാബാ, നിന്റെ വീടിലോട്ട് ഒരു പ്രകാശം വരാൻ പോവാ. നിന്നെ പരാജയപ്പെടുത്തിയ ശക്തിയെ നീ ജയിക്കാൻ സമയമായി. സാധാരണ കവിഞ്ഞൊരു അഭിഷേകം എനിക്ക് കാണാം. ഞാൻ വീണ്ടും പറയുക, നീ ഒത്തിരി വട്ടം തോറ്റ വിഷയത്തിൽ അച്ഛന്റെ തലയുടെ മുകളിൽ യഹോവ നിസി, യഹോവ എന്റെ കൊടിയെന്ന് ദൈവം എഴുതി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയും നീ ജയിക്കാൻ പോവാ. ഇനിയും ജയം. ചിലരോട് ഭർത്താവ് അറിയാം, ഇന്ന് തുടങ്ങുന്ന ജയം വർഷങ്ങൾ നിന്റെ വീടിനകത്ത് നിലനിൽക്കാൻ പോ. കാൽവറിയിലായ ജയം, കാൽവറിയിലാ. ചില ശരീരത്തു നിന്ന് രോഗാത്മാവ് ഇറങ്ങിപ്പോകുന്നു. നിന്നെ ബന്ധിച്ച ചില ശരീരത്ത് മുഴകളൊക്കെ അപ്രത്യക്ഷമാകുക, ട്യൂമറുകൾ വിട്ടുപോകുന്നു. ഒരു ഹീലിംഗ്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, 100% തോക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ വരെ ജയത്തിന്റെ മറുപടി നിങ്ങൾക്ക് കേൾക്കാം. ക്രൂശിൽ നടന്ന ജയം നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് നടക്കും, നിന്റെ തലമുറയോട്. യെസ്, ആ വെളിപ്പാടിന്റെ മുമ്പിൽ നിൽക്കുക. അപ്രതീക്ഷിതമായ സമയത്ത് പോസ്റ്റൽ വഴി ഒരു ലെറ്റർ വരുന്നത് പോലെ നിന്റെ വിജയത്തിന്റെ മറുപടി ഇമെയിലിൽ കൂടെ, വാട്സാപ്പിലൂടെ, ഫോണിലൂടെ നിന്റെ കണ്ണുകൾക്ക് ഞാൻ പ്രവചിക്കുക, ചില വീടുകൾക്കകത്ത് വിജയം ഈ സൺഡേ മുതൽ ആരംഭിക്കുക. അങ്ങനൊക്കെ പ്രസംഗിക്കാനായിരുന്നു നിയോഗം. തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ നീ കേൾക്കാൻ പോകുന്ന വാർത്ത, ജയം തുടങ്ങി. ആ 2 കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ടൊന്ന് വാതുറന്ന് പറഞ്ഞ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അയ്യോ, ഇങ്ങനെ പറയാനല്ല. 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നമ്മുടെ കർത്താവായ, ഈശോയുടെ പോരാട്ടം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു പ്രധാന കാര്യം കൂടെ പറയാം. പൗലോസ് പറയാ, ക്രൂശിന്മേൽ അവൻ ജയോത്സവം കൊണ്ടാടി. ആര്? ക്രിസ്തു. ക്രിസ്തു. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് പ്രാർത്ഥനയിലേക്ക് കടത്താം. 2 Corinthians chapter 2 verse 14. 14-ാം വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി ഒരിക്കലല്ല, എപ്പോഴും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഓരോ ദൈവമക്കളും വെല്ലുവിളിയുടെ നടുവിൽ
തുള്ളിച്ചാടി നടക്കുമ്പോൾ അവനൊരു കാര്യം ചെയ്യുക, അവൻ ജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഓരോ സഭായോഗത്തിലും കരയാനല്ല വരുന്നത്, ക്രൂശിൽ തന്ന ജയം ആഘോഷിക്കാനാ. അതിനർത്ഥം ആ ജയം എന്റെയാണ്, ആ ജയം എന്റെ തലമുറയാണ്, ആ ജയം എന്റെ കുടുംബത്തിൻ്റെതാണ്. നോക്കിയേ, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുക. ഒരിക്കലല്ല, എപ്പോഴും 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 ക്രൂശിൽ ഞങ്ങളെ ജയോത്സവമായി. എന്നിട്ട് അടുത്ത വാക്യം കൂടി ശ്രദ്ധിച്ചേ, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ. ഞാൻ പിന്നെ ആവർത്തിച്ച് വായിപ്പിക്കുമ്പം നിങ്ങൾ തോന്നരുത് ആമി ദൈവത്തിന് സ്തോത്രം എന്നാ ഇങ്ങനെ നിന്റെ ഉള്ളിൽ ഈ വാക്യം ചെന്ന് പതിഞ്ഞു കിടക്കണം. ഒരു തോൽവി നിന്നെ ഒന്ന് വെല്ലുവിളിക്കുക, വാ നിന്നെ ഞാൻ തോപ്പിച്ചു തരാം. ചിരിച്ചോണ്ട് പറയണം, പോടാ ഹല്ലേലൂയ, നിനക്കെന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. ക്രൂശിൽ ജയത്തിന്റെ വിളംബരം മുഴങ്ങിക്കഴിഞ്ഞു. ഒരാമയും വരുന്നില്ല. ഇനി എങ്ങനെയാ നീ ജയിക്കുന്ന? യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ അകത്ത് വ്യാപരിക്കുക. ഇനി ഞാനൊരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ദൈവത്തിന് സുഗന്ധമാണ്. ഇനി അങ്ങോട്ട് പോയ വേറെ വിഷയത്തിൽ ഇപ്പോൾ ഞാൻ നിർത്തുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും, നിനക്കെതിരെ വരുന്ന യാതൊരു തന്ത്രവും ഫലിക്കത്തില്ല. കാരണം യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവാ നിന്റെ അകത്തിരിക്കുന്നത്. ഈ ചർച്ചിന് വെളിയിലിറങ്ങി മേലോട്ട് നോക്കിയ സൂര്യനെ കാണാം. 9,30,00,000 മൈൽ അകലെയാ സൂര്യൻ. പിന്നെ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഭൂമിക്ക് അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട്, അവിടെ എത്താൻ സയൻസിന്റെ കണക്ക് 26 ലക്ഷം കോടി മൈലാണ്. സാധാരണ റോക്കറ്റ് കത്തിച്ചു വിട്ടാൽ 1000കണക്കിന് വർഷങ്ങൾ എടുക്കും. കർത്താവിന് സ്തോത്രം. ഒരു സ്പീഡുള്ള ഏറ്റവും ഹൈ സ്പീഡ് റോക്കറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും വർഷങ്ങൾ എടുക്കും. 100 കണക്കിന് വർഷം എടുക്കും. നമ്മൾ കൂട്ടേണ്ട കാര്യം 100 താന്ന കാര്യം നമ്മൾ കൂട്ടിയാൽ മതി. കാരണം 100 വയസ്സ് വരെ നമുക്കുള്ളൂ. അത്രേ ഉണ്ടോ? സ്തോത്രം. പക്ഷേ നിങ്ങൾക്കറിയോ, നക്ഷത്രത്തിലെത്താൻ 100 കണക്കിന് വർഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ഈ റോക്കറ്റിന് വേണമെങ്കിൽ അതിൻ്റെ മീതെയുള്ള സ്വർഗത്തിൽ പോകാൻ നമുക്ക് വെച്ചേക്കുന്ന സമയം കണ്ണിമയ്ക്കുന്നതിനിടയിലാണ്. അങ്ങനെയാണ്. ചോദിക്കട്ടെ, ഒരു ഊടും മന്ത്രവാദിക്കും നിന്നെ ബന്ധിക്കാൻ കഴിയാത്ത ജീസസ് ഒരു പുനരുത്ഥാന ശക്തിയാ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. തിരിച്ചറിയ. അതുകൊണ്ട് പറയാം, നിനക്കെതിരെ ആരെങ്കിലും അപവാദം പറഞ്ഞാൽ, നിന്നെ ഒതുക്കാൻ നോക്കിയാൽ നീ ഒതുങ്ങത്തില്ല. അതിന്റെ കാരണം എന്തിനാ? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി പുനരുത്ഥാന ശക്തിയാ. ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നേച്ച് പറഞ്ഞു, ദേ ഇനി ഞാൻ പറയണ ഈ രാജ്യത്ത് മഞ്ഞോ. അതിന്റെ കാരണം എന്നാണെന്നറിയോ? ഒരു ചരിത്രമുണ്ട്. ഇസബേലും ആഹാബും പറഞ്ഞു വരുത്തി ഇവിടെ മഴ പെയ്യ്ക്കുന്ന ആള് വേറെയാ. ഏലിയാ പറഞ്ഞു, അല്ലടാ, ഇവിടെ മഴ പെയ്യ്ക്കുന്ന വേറെ ഒരുത്തരുമല്ല, എന്റെ ദൈവമാ, നോക്കിക്കോ, ഇനി മഴ ഞാൻ പറയാതെ പെയ്യുകയില്ല. അന്നേരം അവര് പറഞ്ഞു, മഴ മാത്രമേ ഉള്ളൂ അവൻ അധികാരം, അഗ്നിയുടെ അധികാരം ഞങ്ങൾക്കാ. ഏലിയാവ് എന്നുവെച്ച് പറഞ്ഞു, 2 കാളെ കൊണ്ടുവാ, കണ്ണം കണ്ടമായി മുറിക്ക്, എന്നിട്ട് നീ വിളിക്ക്, തീ കൊണ്ട് ആരിറങ്ങുമോ ദൈവത്തിന് സ്വന്തം അവനാ ദൈവം. ഉടനെ അവര് പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ വിളിച്ചിറക്കി കാണിക്കാം. അവര് കുറെ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. ദൈവം പറഞ്ഞു, ഇഞ്ഞു വാ, ഞാൻ കാണിക്കാം. യാഗപീഠത്തിന്റെ മണ്ടലോട്ട് ചുറ്റും അങ്ങോട്ട് തോട് വെട്ടി, എന്നിട്ട് തൊട്ടിക്കണക്കിന് വെള്ളം കോരി ഒഴിച്ച ഒരൊറ്റ പ്രാർത്ഥന, യഹോവേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ അഗ്നി ഇറങ്ങി. നീ ഒറ്റയ്ക്ക് മതി, ജയിച്ച നീ ഒറ്റയ്ക്ക് മതി.
വെല്ലുവിളിക്കുന്ന ഇസബേലിന്റെ മുമ്പിൽ അത്തിയിറക്കാൻ. ഉള്ളിൽ തീ കത്തുന്നുണ്ടോ? നിന്നെ വെല്ലുവിളിക്കുന്ന ഇസബേലിന്റെ മുമ്പിൽ അഗ്നി ഇറക്കുവാൻ 850 കള്ള പ്രവാചകന്മാരുടെ മുമ്പിൽ അഗ്നി ഇറങ്ങുവാൻ ഒരൊറ്റ പ്രയർ മതി. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം ഈ പ്രസംഗം ഇപ്പോഴെങ്ങും നിൽക്കാൻ പോകുന്നില്ലെന്ന്. എന്നാലും മെല്ലെ നിർത്താനുള്ള ശ്രമമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, എന്താ ബ്രദറെ തുള്ളിച്ചാടി വരുന്നത്? ഒരുത്തർക്കും ബന്ധിക്കാൻ കഴിയാത്ത യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത്. ഒരു കോഴിമുട്ട ഉരുണ്ടു വന്നാലോ ഒരു തകിട് മുറ്റത്ത് കിടന്നാലോ പേടിക്കരുത്, അത് ചവിട്ടി വെച്ച് പോക്കോണം. എൻ്റെ ദൈവം പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ഇങ്ങോട്ട് പോരട്ടെ. ദൈവകൃപ പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൂത്, ഇത് പരാജയത്തിന്റെ ദിവസമല്ല, ഇത് ജയ. കേട്ടോ, ചില വീടുകൾക്കകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ട്. ഞാനിതൊക്കെ ചെറിയ പറയണമെന്ന് വിചാരിച്ചായി പ്രസംഗം തയ്യാറാക്കുന്നേ. പക്ഷെ കയറി നിൽക്കുമ്പോൾ അങ്ങ് പിടിവിട്ടു പോവാ. ഞാൻ ഈ പ്രസംഗം നിർത്തുമ്പോൾ ഒരു ദൂത് പറയട്ടെ. ഒരു തിരിച്ചറിവൊന്നും ഉണ്ടാകണം. യേശു കാൽവറിയിൽ മരിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ സംഭവം ഉണ്ട്. നിങ്ങൾ പലരും യേശുവിനെ അടക്കിയ കല്ലറ പോയി കണ്ടിട്ടുണ്ട്. ഇല്ലാത്തവർ നമുക്കൊരു ട്രിപ്പ് പോകണം, പോയി കാണണം. കല്ലറ തുറന്ന് കിടക്കുന്നേ മിണ്ടുന്നില്ലയോ? നമ്മളെല്ലാം കൂടെ വിചാരിച്ചാൽ പോകാൻ പറ്റത്തില്ലയോ? അല്ല, ചുണക്കൂട്ടന്മാരെ പോലെ പല മറുപടി. ഒരു ഫ്ലൈറ്റ് അല്ല, കാറ് വിളിച്ചു പോകുന്ന ഒരു ഫ്ലൈറ്റ് വിളിച്ചു പോവാ. ഒന്ന് ഓത്രമൊക്കെ പറയുന്നേ. ഞാൻ ഒന്ന് പോയതാ, ഒരിക്കൽ കൂടെ പോ. 2 പോയതാ, 3ാമത് ഒന്നുകൂടെ പോ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ യേശുവിനെ ഉയർപ്പിച്ച കല്ലറ, അതൊക്കെ നമ്മുടെ ചിത്രത്തിലുണ്ട്. യേശു നോക്കിയേ, അത് കാണുമ്പോൾ ഓർത്തോണം, ആ ഉയർപ്പിച്ച അതേ ആത്മാവ ഒട്ടും കുറയ്ക്കാതെ നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഈ രക്ഷിക്കപ്പെട്ടവന്റെ പ്രൗഢി ഭയങ്കര. അവന് യോഗത്തിന് ഇങ്ങനെ കൊണ്ടിരിക്കത്തില്ല. കാരണം അവനറിയാം അവന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്തുവാ. താങ്ക് യു ലോർഡ്. കുറച്ച് പേടിയൊക്കെ പോയില്ലയോ? ഒരു പ്രവചനം പറയാം. ജയത്തിന്റെ വാർത്ത. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ലെറ്റർ വരുന്ന പോലെ നിന്റെ മറുപടിയുടെ വാർത്ത, അതൊരു യാത്രയുടെ മറുപടിയാ. നിനക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതും, നിനക്ക് വേണ്ടി രാജാക്കന്മാരെ ചലിപ്പിക്കും, നിനക്ക് വേണ്ടി പട്ടണങ്ങളെ ചലിപ്പിക്കും, നിനക്ക് വേണ്ടി ദൈവം